ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൊച്ചു കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ കൊച്ചി വാട്ടർ മെട്രോയാണ് ഇന്ന് നാം എക്സ്പ്ലോർ ചെയ്യുന്നത്. നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ നിരക്കിൽ സഞ്ചരിക്കാൻ കൊച്ചിക്കാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച വാട്ടർ മെട്രോ. ഇതിനോടകം 17 ലക്ഷത്തിലധികം പേർ സഞ്ചരിച്ച വാട്ടർ മെട്രോ. Before watching the video, please subscribe my channel. Please like and share my videos. വീഡിയോ കണ്ടു കഴിഞ്ഞ് കമൻറ്റും പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ പദ്ധതി നടപ്പിലാക്കിയ നഗരം നമ്മുടെ കൊച്ചിയാണ്. കൊച്ചിയിലെ 10 ദ്വീപുകളെ നഗരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ നഗരത്തിൻ്റെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ സുഖകരമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക വെറും 20 രൂപയ്ക്ക് ഒരു ലക്ഷറി ബോട്ട് യാത്ര. അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. ഇത് മറൈൻ ഡ്രൈവിൻ്റെ അറ്റത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന ഹൈക്കോർട്ട് വാട്ടർ മെട്രോ ടെർമിനൽ. കണ്ടാൽ തന്നെ ഒന്ന് നോക്കിപ്പോവും. ഇൻ്റർനാഷണൽ ലുക്കും ന്യൂജൻ വൈബും. അടിപൊളിയല്ലേ? ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഹൈക്കോർട്ടിൽ നിന്ന് വൈപ്പിനിലേക്ക് 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 15 മിനിറ്റ് യാത്ര. 100 പേർക്ക് സുഖമായി ബോട്ട് കാത്തിരിക്കാൻ പാകത്തിന് വിശാലമായ ഇടം ഈ ടെർമിനലുണ്ട്. ഈ യൂണിഫോം ധാരികൾ വാട്ടർ മെട്രോയുടെ സ്റ്റാഫുകളാണ് കേട്ടോ. ഇത് പാസഞ്ചർ കൗണ്ടിംഗ് ഏരിയയാണ്. 96 നിന്ന് താഴേക്ക് അവൈലബിലിറ്റി കാണിക്കും. ഇരുന്നും നിന്നുമായി 96 പേർക്ക് ഇതിൽ യാത്ര ചെയ്യാം. സീറ്റ് ഫില്ലായാൽ പിന്നെ കടത്തിവിടില്ല. ഈ പാസഞ്ചർ കൗണ്ടിംഗ് ഏരിയ കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഗാങ്വേ, അതിലൂടെ നടന്നെത്തുന്നത് ഫ്ലോട്ടിംഗ് പോണ്ടൂണിലേക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് പോണ്ടൂണാണ് കൊച്ചി വാട്ടർ മെട്രോയുടേത്. ആക്ച്വലി ഇത് ഒരു ബോട്ട് ജെറ്റ് തന്നെ. ഡിസേബിൾ ഫ്രണ്ട്ലി ആണ് വാട്ടർ മെട്രോ കേട്ടോ. ബോട്ടിലെ ജീവനക്കാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂണിഫോം ധരിച്ചിരിക്കുന്നു. അതും ഒരു ഇൻ്റർനാഷണൽ ലുക്ക് തന്നെ. ബോട്ടിനുള്ളിലെ സീറ്റുകൾ നമ്മെ കൊച്ചി മെട്രോ ഓർമ്മിപ്പിക്കുന്നില്ലേ? ഒരേ കളർ തീമാണ്. സീറ്റിനടിയിലും അതേപോലെ ബോക്സിലും ഒക്കെ ആയിട്ട് സേഫ്റ്റി ജാക്കറ്റ്, സുരക്ഷാ സംവിധാനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഹൈക്കോർട്ട് ടെർമിനൽ വിടുകയാണ്. ഈ അറ്റത്ത് കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രക്ചർ, അതാണ് ഈ പോണ്ടൂൺസിനെ ടൈഡൽ വേരിയേഷൻ അനുസരിച്ച് ബോട്ടിൻ്റെ ലെവലും പോണ്ടൂൺസിൻ്റെ ലെവലും മാറ്റമില്ലാതെ കൺട്രോൾ ചെയ്യുന്നത്. കായലിൽ നമുക്ക് മറ്റൊരു വാട്ടർ മെട്രോ ബോട്ട് കാണാം. മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കാറ്റമറൈൻ ബോട്ട്. കേരളത്തിലെ പോർട്ടുകളുടെ പേരാണ് ഓരോ ബോട്ടിനും നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ബോട്ട് മുസരിസ്. നമ്മൾ യാത്ര ചെയ്യുന്നത് മുസരിസ് ബോട്ടാണ്. പിന്നെ ബേപ്പൂർ, നീലേശ്വരം, അങ്ങനെ ബോട്ടുകൾക്ക് പേര് നൽകിയിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബാറ്ററി വൈദ്യുത ബോട്ടുകളാണ് ഈ വാട്ടർ മെട്രോയിലുള്ളത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ നിർമ്മിത EV ചാർജർ ഉപയോഗിക്കുന്നതും ഇവിടെയാണ്. ലോകോത്തര നിലവാരമുള്ള ഇതിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണം കേട്ടോ. അത്ര ഗംഭീരമാണ്. 15 മിനിറ്റ് കൊണ്ട് വൈപ്പിനിലെത്തുന്നു. കൂടാതെ ഈ കായലിൽ നിന്ന് കൊച്ചിയെ നോക്കിക്കാണാൻ എന്തൊരു ഭംഗിയാണ്. കൊച്ചിയുടെ സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചെടുക്കുന്ന യാത്ര. ഒരു കൂറ്റൻ യുദ്ധക്കപ്പൽ നമുക്ക് കാണാം. ഒപ്പം ടഗ് ബോട്ട്സും കാണാം. ഇത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. വലിയ വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ അടുക്കുന്ന സ്ഥലം.
നല്ല ആഴമുള്ള സ്ഥലമാണ് ഇവിടെ. ദൂരെ നമുക്ക് ഗോശ്രീ പാലം കാണാം. ഇവിടെ ഒരു പിച്ചളമണിയുടെ ഹാഫ് മുഴുവനായിട്ടും കാണിക്കാം. പണ്ടത്തെ കോൺസെപ്റ്റ് അനുസരിച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ മണിയടിച്ച് അലാം കൊടുക്കുന്ന ഒരു രീതിയുണ്ട് പണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്കെന്നോണാണ് ഇതിലും ഒരു പിച്ചളമണിയെ കാണാൻ സാധിച്ചു. കൊച്ചിയുടെ മനോഹാരിത ഒപ്പിയെടുത്തുകൊണ്ടുള്ള യാത്ര വളരെ മനോഹരമാണ് കേട്ടോ. കാളമുക്ക് ഹാർബർ, ഗോശ്രീ പാലങ്ങൾ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ലുലു കൺവെൻഷൻ സെൻറ്റർ, ബോൾഗാട്ടി പാലസ് എന്ന് വേണ്ട കൊച്ചിയുടെ മനോഹരമാണ് കൊച്ചിയുടെ ഈ കാഴ്ച. കണ്ടോ പിച്ചളമണി. ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടുകയാണ് വാട്ടർ മെട്രോ. എല്ലാ സുരക്ഷിതത്വം ഉറപ്പാക്കിയുള്ള എയർ കണ്ടീഷൻഡ് യാത്ര. ഇതിനോടകം 17 ലക്ഷത്തിലധികം പേർ വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ പ്രിവിലേജ് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ദൂരെ നമുക്ക് വൈപ്പിൻ ജങ്കാർ കാണാം. അതിൽ കയറിയാൽ കായലിൽ ഡോൾഫിനുകൾ തുള്ളിച്ചാടുന്ന കാഴ്ചയും കണ്ട് ഫോർട്ട് കൊച്ചിക്ക് പോകാം. ഫോർട്ട് കൊച്ചിയിലെ ബീച്ചും ഹിസ്റ്റോറിക്കൽ പ്ലേസസും എല്ലാം വിസിറ്റ് ചെയ്ത് തിരിച്ച് ഹൈക്കോർട്ടിൽ എത്തിച്ചേരാം. ഇത് വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷനാണ്, ടെർമിനലാണ് കാണുന്നത്. തുരുമ്പെടുത്ത ബോട്ടുകളും പഴഞ്ചൻ ബോട്ട് ചെട്ടിയും എല്ലാം ഇന്ന് നമുക്ക് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വൈപ്പിനിൽ ഇറങ്ങിയാണ് നമ്മൾ. ഇനി ഏതായാലും വൈപ്പിൻ വരെ എത്തി ഈ ജങ്കാർ കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഫോർട്ട് കൊച്ചി വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തിരിച്ച് വാട്ടർ മെട്രോയിൽ തന്നെയാണ് തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് പോകാനുള്ള അടുത്ത ജങ്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ജങ്കാറിലെ യാത്രയും മനോഹരമാണ് കേട്ടോ. ജങ്കാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. വലിയ കണ്ടെയ്നർ ലോറികൾ വരെ കയറ്റാൻ സൗകര്യമുള്ള വാഹനങ്ങളെ വഹിക്കുന്ന ഒരു സർവീസാണ് ജങ്കാർ സർവീസ്. എത്ര കാറുകളാണ് കയറിയത്. കൂടാതെ വലിയ കണ്ടെയ്നർ ലോറി കയറുകയാണ്.
ഫോർട്ട് കൊച്ചിയുടെ പ്രൗഢഗംഭീരമായ കാഴ്ചകൾ നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാം. കായലിൽ അവിടെ ഡോൾഫിനുകൾ തുള്ളിക്കളിക്കുന്നുണ്ട്. പക്ഷേ സ്ക്രീനിൽ എൻ്റെ ഈ വീഡിയോയിൽ പെടാൻ സാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ജങ്കാറിൽ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്രയും മനോഹരം തന്നെ കേട്ടോ. മറ്റൊരു വീഡിയോയിൽ ഫോർട്ട് കൊച്ചി ഞാൻ എക്സ്പ്ലോർ ചെയ്യാം. തിരിച്ച് ഇതേ ജങ്കാറിൽ തന്നെ ഞങ്ങൾ വൈപ്പിനിലേക്ക് പോയി. വൈപ്പിനിൽ നിന്ന് നമ്മുടെ വാട്ടർ മെട്രോയിൽ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കും. കാളമുക്ക് ഹാർബറും, ഗോശ്രീ പാലം, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ലുലു കൺവെൻഷൻ സെൻറ്റർ, ബോൾഗാട്ടി പാലസ് എന്ന് വേണ്ട കൊച്ചിയുടെ മനോഹാരിത ഹൃദയത്തിൽ ഏന്തിയുള്ള യാത്ര. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കാഴ്ചകൾ കാണാനായിട്ട് ഇരുന്നത്. അതുകൊണ്ട് വാട്ടർ മെട്രോ പോകുന്ന ഇരുപുറങ്ങളും കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. ഇത് വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷനാണ് ടെർമിനൽ. ഹൈക്കോർട്ടിൽ നിന്ന് വൈപ്പിനിലേക്കുള്ള യാത്രയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് വൈറ്റില കാക്കനാട് വാട്ടർ മെട്രോ യാത്ര. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. വൈപ്പിൻ ടെർമിനൽ ഇവിടെ നിന്ന് അടുത്ത ഞങ്ങൾക്ക് പോകാനുള്ള വാട്ടർ മെട്രോ എത്തി. ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാകുമെങ്കിലും ഈ പൊണ്ടൂനുമായിട്ട് ലോക്കാകുമെങ്കിലും കയറിട്ട് സാധാരണ ബോട്ട് പോലെ കയറിട്ട് കിട്ടുന്ന സംവിധാനമൊക്കെ ഇതിനുണ്ട്. അതുപോലെ അതിൽ നിന്ന് യാത്രക്കാരെ ഇറക്കുന്നതൊക്കെ നമുക്കൊന്ന് വീക്ഷിക്കാം ദൂരെ നിന്ന്. ഡിസേബിൾ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ വീൽ ചെയറിൽ യാത്ര ചെയ്യുന്നവർക്കും അംഗവൈകല്യമുള്ളവർക്കൊക്കെ ഈ ബോട്ടിൽ കയറാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതേപോലെ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കുള്ള പ്ലേസും എല്ലാം ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അതേപോലെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഗോശ്രീ പാലം.
ഞാൻ നേരത്തെ പറഞ്ഞു, നേരെ ഓപ്പോസിറ്റ് കാഴ്ചകൾ കാണാൻ പാകത്തിനാണ് ഇരുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ യാർഡ്, അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു വലിയ ഷിപ്പ്, കണ്ടെയ്നർ ഷിപ്പ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ലോഡ് ഇറക്കുന്നത് നമ്മൾക്ക് കാണാം. ലുലു കൺവെൻഷൻ സെൻറ്ററും ഗോശ്രീ പാലം ബോൾഗാട്ടിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ബോൾഗാട്ടി പാലസിൻ്റെ ഏരിയ. ഈ യാത്ര ഈ ഹൈക്കോട് ജംഗ്ഷനിൽ നിന്ന് വൈപ്പിനിലേക്കുള്ള വാട്ടർ മെട്രോ യാത്രയേക്കാൾ തികച്ചും വ്യത്യസ്തമാണ് വൈറ്റില ഹബ്ബിൽ നിന്നും കാക്കനാടേക്കുള്ള യാത്രയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണം. വീഡിയോ ഇഷ്ടമായി എങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. കമൻറ്റും പോസ്റ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.